നമസ്കാരം സാർ. വന്ദേ മാതരം. വന്ദേ മാതരം പ്രശാന്ത്. വന്ദേ മാതരം. സാറ്, നമ്മുടെ ഇന്ത്യ പാക് അതിർത്തിയിൽ കാശ്മീരിൽ നിന്ന് അനധികൃതമായി പാകിസ്ഥാൻ കൈയടക്കി വച്ചിരിക്കുന്ന പാക് ഒക്യുപ്പൈഡ് ജമ്മു കാശ്മീർ POJK എന്നാണ് അതിപ്പോൾ അറിയപ്പെടുന്നത്. അവിടെ വലിയ രീതിയിൽ പ്രക്ഷോഭം നടക്കുകയാണ്. അവിടുത്തെ ജനങ്ങൾ പാക് ഭരണകൂടത്തെ വെറുത്ത് ഇനി ഈ പാകിസ്ഥാൻ ഭരണം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവിടെ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുകയാണ്. പ്രവിശ്യ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുകയാണ്. പക്ഷെ ആ തെരഞ്ഞെടുപ്പൊക്കെ ബഹിഷ്കരിച്ച് അവർ തെരുവിലാണ്. ആബാലവൃദ്ധം ജനങ്ങളും തെരുവിലാണ്, കൊച്ചു കുട്ടികൾ വരെ. ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് വരുന്ന വിവരമനുസരിച്ച് ഈ ഏതാണ്ട് 20 പേർ, 19 പേരെന്നും പറയുന്നുണ്ട്, 20 പേരെന്നും പറയുന്നുണ്ട്, പോലീസ് ആക്ഷനിൽ കൊല്ലപ്പെട്ടു എന്നാണ് അറിയുന്നത്. പക്ഷേ അവിടുത്തെ പ്രക്ഷോഭകാരികൾ പറയുന്നത് 100 കണക്കിന് ആൾക്കാരെ കൊലപ്പെടുത്തി, പട്ടാളവും പോലീസും ചേർന്ന് കൊലപ്പെടുത്തി എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, രാജ്യാന്തര സമൂഹം ഇടപെടണം, UN ഇടപെടണം, വലിയ മനുഷ്യാവകാശ ലംഘനമാണ് അവിടെ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. സത്യത്തിൽ ഇത് ഈ പാക് ഒക്യുപ്പൈഡ് ജമ്മു കാശ്മീർ നമുക്ക് അവകാശപ്പെട്ട സ്ഥലമാണ്. എൻ്റെ ചോദ്യം, ഇന്ത്യ ഗവൺമെൻറ് എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ആക്റ്റീവായിട്ട് ഇറങ്ങാത്തത്? എന്തുകൊണ്ട് ഒരു സൈനിക നീക്കത്തിലൂടെയോ മറ്റോ ഈ പാക് ഒക്യുപ്പൈഡ് കാശ്മീർ പിടിച്ചെടുത്ത് ഇന്ത്യയുടെ ഭാഗമാക്കുന്നില്ല? എന്താണ് അതിന് തടസ്സം? പ്രശാന്ത്, ഈ ആ ചോദ്യത്തിൻ്റെ ഒരു മറുചോദ്യമാണ് എനിക്ക് പ്രശാന്ത് ചോദിക്കാനുള്ളത്. അതായത് വേലിയിലിരിക്കുന്ന അണലിയെ എടുത്ത് എവിടെ വെക്കരുതെന്ന് പറഞ്ഞു. വീട്ടിൻ്റെ അലമാരക്കകത്തല്ല. അപ്പം അതാണ് എൻ്റെ ഉത്തരം. ശരിക്കും പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രേക്ഷകരുടെ ഒരു ഓർമ്മയ്ക്ക് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ കാശ്മീരും പിന്നെ അതുപോലെ ബംഗ്ലാദേശുമായിട്ട് ഇത് ലിങ്ക്ഡ് ആണ്. കാശ്മീർ എന്നും പറഞ്ഞാൽ 1947 ബ്രിട്ടീഷുകാർ നമ്മളെ പഠിപ്പിച്ച ചരിത്രം അനുസരിച്ച് അങ്ങനെയൊന്നും അല്ല. നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടീഷുകാരുണ്ടാക്കി എഴുതിയ ചരിത്രമാണ്. അത് ബ്രിട്ടീഷുകാരും നമ്മുടെ അന്നത്തെ ഇവിടുത്തെ നേതാക്കന്മാരും ഇന്ത്യയുടെ പാകിസ്ഥാൻ്റെ നേതാക്കന്മാരും ഇവരെല്ലാം കൂടെ ചേർന്നുണ്ടാക്കിയ ചരിത്രമാണ് ഞാനും നിങ്ങളുടെ കുട്ടികളൊക്കെ പഠിക്കുന്നത്. അതെ. പക്ഷെ ഞാൻ പറയുന്നത് അതല്ല. 1945 ഈ ജവഹർലാൽ നെഹ്റു രാജാ ഹരിസിംഗും തമ്മിലൊരു സൗന്ദര്യപ്പിണക്കം ഉണ്ടായി. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അത് പറയുന്നില്ല. ആ സൗന്ദര്യപ്പിണക്കം ഉണ്ടായിട്ട് അങ്ങേര് എന്നെ വിളിക്കട്ടെ, ഇന്ത്യയുടെ സഹായം വിളിക്കട്ടെ എന്ന ഒരു ഇതിൽ ഒരു ഈഗോ ഉണ്ടായിരുന്നു. അപ്പം അതങ്ങ് ഡിലേ ആയപ്പം ഈ അന്നത്തെ നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് ഇവിടെയുള്ള മൗണ്ട് ബാറ്റനും, പിന്നെ നമ്മുടെ ഇത് ചീഫ് ഓഫ് ആർമി, പാകിസ്ഥാൻ്റെയും ഇന്ത്യയുടെയും ചീഫ് ഓഫ് ആർമി ബ്രിട്ടീഷുകാരായിരുന്നു. 1948 വരെ രണ്ടും ബ്രിട്ടീഷ് ആർമിയുടെ കീഴിലാണ്. അപ്പം അവരെ ബ്രിട്ടീഷുകാർ MI6, പാകിസ്ഥാൻ ക്രിയേറ്റ് ചെയ്തത് തന്നെ MI6 ആണ്. MI6 പിന്നെ ഈ ബ്രിട്ടീഷ് ഓഫീസേഴ്സ് പാകിസ്ഥാൻ്റെ കൂടെ ഉള്ള ബ്രിട്ടീഷാണ്. മാത്രമല്ല പാകിസ്ഥാൻ്റെ ബ്രൗൺ എന്ന മറ്റാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ബ്രൗൺ എന്ന് പറഞ്ഞ ഒരു മേജർ ജനറൽ അപ്പുറത്തുണ്ടായിരുന്നു പിന്നെ പാകിസ്ഥാൻ്റെ കൂടെ. അയാൾ പിന്നെ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ, പാകിസ്ഥാൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഇവരെല്ലാം കൂടെ ചേർന്ന് തയ്യാറാക്കിയ ഉടമ്പടിയല്ല, ഉണ്ടാക്കിയെടുത്ത ചരിത്രമാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ പറയുന്നത്. അപ്പൊ ഈ പാകിസ്ഥാൻ ബാൾട്ടിസ്ഥാൻ, ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനിൽ ഈ മേജർ ബ്രൗണിൻ്റെ നേതൃത്വത്തിൽ, അയാൾ മേജറാണോ മേജർ ജനറലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. മേജറാണെന്ന് തോന്നുന്നു. എനിവേ, അത് അയാളുടെ സീനിയർ ഓഫീസറായ പാകിസ്ഥാനിലെ ബ്രിട്ടീഷ് ഓഫീസറും നമ്മുടെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഓഫീസറും ഇന്ത്യൻ ആർമിയുടെ ചീഫ്
ഇവരെല്ലാം കൂടെ ചേർന്നാണ് ഇത് ചെയ്തത്. ഈ ഇടിച്ചങ്ങ് കയറി ഈ ബാൾട്ടിസ്ഥാനിൽ, എന്നിട്ട് പാകിസ്ഥാൻ്റെ പതാക ഉയർത്തി. കാരണം ഇവർ ഈ ചർച്ചിലിൻ്റെ ആരാധകരായിരുന്നു ഇവരൊക്കെ, ഈ പറഞ്ഞ ബ്രിട്ടീഷ് ഓഫീസേഴ്സൊക്കെ. അപ്പം ചർച്ചിലിന് ഇന്ത്യക്കാരോട് പരമപുച്ഛമാണ്, പാകിസ്ഥാനികളോട് വലിയ ബഹുമാനമായിരുന്നു. അപ്പം അങ്ങനെ എരച്ച് കയറി. അപ്പോഴേക്കും രാജാ ഹരി സിംഗിന് മനസ്സിലായി അപകടമാണ്. അപ്പം അങ്ങനെ നമ്മുടെ നെഹ്റുവിന് ബന്ധപ്പെട്ട് കേബിള് അയച്ചു. അങ്ങനെയാണ് നമ്മളെ ഡക്കോട്ട പ്ലെയിൻ, അന്ന് നമുക്ക് ഡക്കോട്ട പ്ലെയിനിൽ നമ്മളെ പാരച്യൂട്ട് ചെയ്ത് പട്ടാളക്കാരെ ഇവിടെ ഇറക്കി. അപ്പം അങ്ങനത്തെ 55% പാകിസ്ഥാൻ, അല്ല 55% കാശ്മീർ ഒറിജിനൽ കാശ്മീർ പാകിസ്ഥാൻ കൊണ്ടുപോയി. 45% നമുക്കുള്ളത്, 45%. ഈ നമ്മൾ നേരത്തെ അവിടെ ഇറക്കിയിരുന്നെങ്കിൽ, ഈ ജവഹർലാൽ നെഹ്റുവിന് ആ ഈഗോ ഇല്ലായിരുന്നെങ്കിൽ ഈ നമുക്ക് കാശ്മീർ മൊത്തം പിടിക്കാമായിരുന്നു. മാത്രമല്ല നമ്മൾ അങ്ങോട്ട് അഡ്വാൻസ് ചെയ്തതാണ് ഈ ബാക്കി കാശ്മീർ പിടിക്കാൻ. പക്ഷെ ജവഹർലാൽ നെഹ്റുവും പിന്നെ ബ്രിട്ടീഷുകാരെല്ലാം കൂടെ ഇടപെട്ട് യു എൻ ഒക്കെ പിന്നെയാണ് കൊണ്ടുപോയി കേസൊക്കെ കൊടുത്തത്. UN ഒന്നും ഇടപെട്ടില്ല. ഈ സമയത്ത് ആരും ഇടപെട്ടില്ല. പാകിസ്ഥാനും ഇന്ത്യയും മാത്രം തീരുമാനിച്ചാൽ മതിയായിരുന്നു. അത് പാകിസ്ഥാൻ കുറച്ചുകൂടെ സ്മാർട്ടായിട്ട് ചെയ്തു. നമ്മളെ ആളുകൾ കുറച്ച് ഡിലേ ആയി. അങ്ങനെ 55% പാകിസ്ഥാൻ കൊണ്ടുപോയി, 45% നമ്മൾ. എന്നിട്ട് ഈ 55%-ൽ 20% ഓഫ് പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് POJK അത് അയൂബ് ഖാൻ 1963-ൽ ചൈനയ്ക്ക് കൊടുത്തു. അതുവഴിയാണ് ചൈന ഹൈവേ പണി. അത് ടച്ച് ചെയ്ത് പോവും. പക്ഷെ അന്ന് സീപെക് ഒന്നും കണ്ടെത്തുന്നല്ല. ചൈന വിചാരിച്ച് പിന്നെ ഇത് കയറിയ ഇന്ത്യ പിടിച്ചാലോ എന്ന് അവർക്കൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പം പെർമനൻ്റായിട്ട് ഇന്ത്യയെ തടസ്സപ്പെടുത്താനും, പിന്നെ ഇത് വളരെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അത് കാശ്മീരിന് അല്ല ചൈനയ്ക്ക് കൊടുത്തു. മാത്രമല്ല അന്ന് അയൂബ് ഖാൻ്റെ അടുത്ത് ഈ ചൈന ചോദിച്ച്, ഇന്ത്യ കയറി വന്നാൽ നിങ്ങൾ എന്തോ ചെയ്യും? ഒരു കാര്യം ചെയ്യുക, ആ കുറച്ച് പ്രദേശം ഞങ്ങളവിടെ റോഡൊക്കെ പണിത്, അപ്പോൾ പിന്നെ ഞങ്ങളുടെ പ്രദേശമാണ് ഇന്ത്യ കയറി മാന്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അയൂബ് ഖാനും തോന്നിയാൽ നല്ലതെന്ന് അങ്ങനെ 20% ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ പാകിസ്ഥാൻ്റെ കയ്യിൽ POJK, ഇപ്പം പ്രശാന്ത് പറഞ്ഞ മറ്റേ അടി നടക്കുന്ന POJK 35% ഉള്ളൂ. 45% ഇന്ത്യയിലാണ്, 20% ചൈനയുടെ. അതെന്തിനെന്ന് പറഞ്ഞാൽ നാളെ ഒരു കാലത്ത് ജമ്മു കാശ്മീരിന് സ്വാതന്ത്ര്യം കൊടുത്താൽ ഇന്ത്യ പറയും, ശരി ഞങ്ങൾ തരാം, ഞങ്ങളുടെ കയ്യിലുള്ള 40%, നിങ്ങളുടെ കയ്യിലുള്ള 55% ഇങ്ങനെ കൊണ്ടുപോകാം. ചൈന ഒരിക്കലും സമ്മതിക്കില്ല. കാരണം 20% അവരുടെ കയ്യിൽ, അത് ഒരിക്കലും സമ്മതിക്കില്ല. അത് പെർമനൻ്റായിട്ട് തടസ്സപ്പെടുത്താനും ഒക്കെ ചൈനയുടെ ഒരു കുബുദ്ധിയാണ്. അപ്പം അതാണ് അതിനകത്തുള്ള സംഗതി. അപ്പം പിന്നെ അതൊരിക്കലും നടന്നിട്ടില്ല. UN ഒക്കെ ഇടപെട്ട് പ്ലബിസൈറ്റ് നടത്തണമെന്നൊക്കെ പറഞ്ഞ് അതൊന്നും നമ്മളെ സമ്മതിച്ചില്ല. അതൊക്കെ വലിയ ഹിസ്റ്ററിയാണ്. അപ്പം ഇതാണ് ഹിസ്റ്ററി. കാശ്മീരിൻ്റെ പശ്ചാത്തലം ഇതാണ്. പിന്നെ ഈ കാശ്മീരിൽ ഈ POJKയിൽ കാലാകാലങ്ങളായി ഇവർ പഞ്ചാബി മുസ്ലിംസിനെ അവിടെ കൊണ്ട് ഇൻഫിൽട്രേറ്റ് ചെയ്ത് കയറ്റി ഈ പാകിസ്ഥാൻ. അങ്ങനെ ഈ പഞ്ചാബീസും ഒറിജിനൽ കാശ്മീരീസും തമ്മിൽ അത് ഈ അടുത്ത ഒരു 10-15 വർഷമായി ഇങ്ങ് ഡിവൈഡായി. ഇപ്പോൾ ഈ വെടിവെച്ച് കൊന്നു എന്നൊക്കെ പറയുന്ന പോലീസുകാർ, പാകിസ്ഥാൻ പോലീസ് എന്ന് പറയുന്നത് ജമ്മു കാശ്മീർ പോലീസല്ല, ജമ്മു കാശ്മീർ അല്ല, അത് പഞ്ചാബിൽ നിന്ന്. അതുകൊണ്ട് എല്ലാം ഇവിടുന്ന് ഇലക്ട്രിസിറ്റി, വെള്ളം എല്ലാം കൊടുത്തിട്ട് ഇവരെ അണ്ടർ ഡെവലപ്ഡ് ആണ്. ഇത് ശരിക്കും അടിമകളെ പോലെ ആക്കി അവർ വെച്ചിരിക്കുകയാണ്. അതിപ്പോൾ പാകിസ്ഥാനിൽ എപ്പോഴും ഈ പഞ്ചാബി ബ്ലഡ്, പഞ്ചാബി അവർക്കാണ് ഇത് അപ്രമാദിത്വമുള്ളത്. അപ്പോൾ അതങ്ങനെ. ബംഗ്ലാദേശിൽ സംഭവിച്ചതും ഇത് തന്നെയാണ്. ബംഗ്ലാദേശികളെന്ന് പറഞ്ഞ ഒരു ഇൻഫീരിയർ റൈസ് ആയിട്ടാണ് പഞ്ചാബീസ് കരുതുന്നത്. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ പഞ്ചാബാണ്. മറ്റേ ഇവരൊക്കെ എപ്പോഴും ഉടക്കല്ലേ, മറ്റേ
മറ്റേ നമ്മുടെ ബലൂചിസ്ഥാനും ബലൂചിസ്ഥാനും അവരെല്ലാം അവരെല്ലാം ഉടക്കാണ്. അവർ വംശം വേറെയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ, പക്ഷെ പഞ്ചാബീസ് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ പഞ്ചാബാണ്. സിന്ധിൽ പോലും അത് പിന്നെ മൊഹാജിർ മുസ്ലിംസ് ആണ് കൂടുതലും. ഭൂട്ടോയൊക്കെ ശരിക്കും മൊഹാജിർ മുസ്ലിംസ്. ഈവൻ നമ്മുടെ ഇദ്ദേഹം പർവേസ് മുഷറഫ് ഒക്കെ ഇതാണ്, മൊഹാജിറാണ്. മൊഹാജിർ ബീഹാറിൽ നിന്ന് കുടിയേറിയ പറയാം. അപ്പം അവരെയൊക്കെ വളരെ ഇൻഫീരിയർ. അതുകൊണ്ടാണ് ഇയാൾ കൂടുതൽ ഇന്ത്യയുടെ ഞാൻ റിയൽ പാകിസ്ഥാനിയാണെന്ന് പറഞ്ഞാൽ കൂടുതൽ ഇന്ത്യ വിരോധം കാണിച്ചതിൻ്റെ കാര്യം അതാണ്. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ ബംഗ്ലാദേശ്, ഈസ്റ്റ് പാകിസ്ഥാൻ, അത് പിന്നെ ഈ ഏരിയ വൈസ് ബംഗ്ലാദേശാണ് കൂടുതൽ. പിന്നെ വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പുറത്തെ പഞ്ചാബ് പാകിസ്ഥാനിൽ വെള്ളം നമ്മൾ കൊടുത്താലേ ഉള്ളൂ, അങ്ങനെ ഒരു വിഷയമാണ്. ഇവിടെ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. ബംഗ്ലാദേശ് കൃഷിയുണ്ട്. പിന്നെ പഴയ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കാലത്ത് ഈ ഈസ്റ്റ് ബംഗാൾ, ഈ പറയുന്ന പഴയ പാകിസ്ഥാൻ, അത് ഒരു വലിയ ഫെർട്ടൈൽ, ഒരു വലിയ റവന്യൂ കിട്ടുന്ന സ്ഥലമായിരുന്നു. അപ്പം ഈ ബംഗാളീസിന് ഇവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഈ ബംഗാളീസിന് ഇപ്പം പ്രശാന്ത് പാകിസ്ഥാനിലെ പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീരികളോട് കാണിക്കുന്നതിനേക്കാളും ഭയങ്കരമായ അട്രോസിറ്റി ബംഗാളികളോട് ഈ പഞ്ചാബ് ഈസ്റ്റ് പാകിസ്ഥാനിലെ ബംഗാളികളോട്. അത് ടിക്ക ഖാൻ ആയിരുന്നു അന്നത്തെ ചീഫ്, അവിടുത്തെ ഈസ്റ്റ് ബംഗാളിന്റെ ചീഫ് ടിക്ക ഖാൻ. പിന്നെ നിയാസി നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ മുമ്പ് സറണ്ടർ ചെയ്തു. അപ്പോൾ ഈ ടിക്ക ഖാൻ, അപ്പം ഞാൻ അതിൻ്റെ ഉത്തരമാണ് ഈ പറയുന്നത്. എന്തുകൊണ്ട് ഇന്ത്യ പിടിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഇപ്പം പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീരിൽ കാളും ഭയങ്കര അട്രോസിറ്റി. നിങ്ങൾ പറഞ്ഞില്ലേ കയറി അവിടെ 20 വരെ വെടിവെച്ചു വന്നു, 20 അല്ല 100 വെടിവെച്ചു വന്നത്. അതിനേക്കാൾ അതിഭയങ്കര അട്രോസിറ്റിയാണ് ഈസ്റ്റ് ബംഗാളിൽ ചെയ്തത്. ഒരിക്കലും ഇന്ത്യ ഇടപെടില്ല എന്ന് അവർ വിചാരിച്ചില്ല. അപ്പൊ ടിക്ക ഖാനും മറ്റേ യഹിയ ഖാൻ പാകിസ്ഥാനിലെ പ്രസിഡന്റ് ആയിരുന്നു. ടിക്ക ഖാൻ, നിയാസി, പിന്നെ യഹിയ ഖാൻ, ഇവർ 3 പേരും കൂടെ ചേർന്നാണ് ഈസ്റ്റ് ബംഗാളിനെ അന്ന് ഒരുപാട് അട്രോസിറ്റി ചെയ്തത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ, ഞാൻ കൂടുതൽ ബംഗ്ലാദേശിൽ നടത്തിയ അട്രോസിറ്റിയെ പറ്റി നമ്മളിപ്പോൾ ഇനി വീണ്ടും പറഞ്ഞിട്ട് കാര്യമില്ല. 2 ലക്ഷം തൊട്ട് ഈ സംഗതി സത്യം പറഞ്ഞാൽ നമുക്കെല്ലാം ഞെട്ടൽ. എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല നമ്മുടെ രാജ്യം, ഭാരതം എന്താണ് ഇങ്ങനെ പെരുമാറുന്നത്. 2 ലക്ഷം തൊട്ട് 4 ലക്ഷം ബംഗാളി സ്ത്രീകളെ റേപ്പ് ചെയ്തു. അങ്ങനെ ഒരു സംഭവം ലോക ചരിത്രത്തിലില്ല. ചരിത്രത്തിലുണ്ടെങ്കിൽ അവരെല്ലാം ഇത് ട്രയൽ ഫേസ് ചെയ്തിട്ടുണ്ട്. അവർ പിന്നെ അടുത്ത ഗവൺമെൻറ് തന്നെ ട്രയൽ ഫേസ് ചെയ്യാൻ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ. ഒന്നുമേ അവരുടെ പുറത്ത് ഒരു നടപടിയില്ല. ഇന്നേ വരെ ഭാരതം മിണ്ടിയിട്ടില്ല, കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. നമ്മളല്ലേ അത് ബംഗ്ലാദേശും മിണ്ടിയില്ല. പിന്നെ അവരുടെ സർക്കാർ വന്നല്ലോ, മുജിബുർ റഹ്മാൻ വന്നു. മുജിബുർ റഹ്മാനും വലുതായിട്ട് അത് എടുത്തില്ല, ഷെയ്ഖ് ഹസീനയും വലുതായിട്ട് എടുത്തില്ല, ഇന്ത്യയും എടുത്തില്ല. നമുക്കത് എടുക്കാമായിരുന്നു. വലിയ മനുഷ്യാവകാശമല്ല, ക്രിമിനൽ എന്റർപ്രൈസിങ് യുണൈറ്റഡ് നേഷൻസ് വിശേഷിപ്പിച്ചതാണ് ക്രിമിനൽ എന്റർപ്രൈസിങ്. അതിനെയല്ല, വേറൊരു സംഭവത്തെ പറ്റി അന്താരാഷ്ട്ര കോടതി പറഞ്ഞാണ് ക്രിമിനൽ എന്റർപ്രൈസ്. അതിനേക്കാളും വലിയ ഹിറ്റ്ലർ ചെയ്തതിനേക്കാളും വലിയ ക്രൂരത. അവർ ഈ പെണ്ണുങ്ങളെ വലുതായിട്ട് ഉപദ്രവിച്ചതായിട്ട് ഞാൻ വായിച്ചിട്ടില്ല. ഈ ഹിറ്റ്ലർ അവർ ഈ പരീക്ഷണം നടത്തിയ ജ്യൂസിനെ പിടിച്ച് കൊല്ലുക, അതൊക്കെയാണ് ചെയ്തത്. ഗ്യാസ് ചേമ്പറിൽ അങ്ങനെയൊക്കെയുള്ള അട്രോസിറ്റിയാണ്. പക്ഷെ ഇതല്ല, ഇവരെ റേപ്പ് ചെയ്തപ്പോൾ ഇവർ ടിക്ക ഖാൻ്റെ അടുത്ത് പരാതി പറഞ്ഞപ്പോൾ ടിക്ക ഖാൻ കൊടുത്ത മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ബംഗാളികളല്ലേ, പഞ്ചാബിയാണ്? അല്ല, ഞങ്ങൾ ബംഗാളികളാണ്, പഞ്ചാബി ബ്ലഡാണിത്, അപ്പം നല്ല കുട്ടികളുണ്ടാവും എന്നാണ് തിരിച്ച് മറുപടി കൊടുത്തത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാനന്ന് കോളേജിലല്ല, ഞാൻ പിന്നെ 9ാം ക്ലാസ്സിലോ ഒക്കെ മറ്റേ പഠിക്കുകയാണ്. ആ സമയത്ത് പത്രങ്ങളിലൊക്കെ വന്ന, പിന്നെ അതിൻ്റെ നമ്മുടെ ഓൺ ലുക്കർ മാഗസിൻ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വായിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അത് ഞാൻ ഈ ബംഗ്ലാദേശ് ഹിസ്റ്ററി പഠിച്ചപ്പോഴും ഞാൻ മനസ്സിലാക്കിയാണ്. അപ്പോൾ അതിഭയങ്കര ഭീകരമായ ക്രിമിനൽ എൻ്റർപ്രൈസിംഗ് ആണ് ബംഗ്ലാദേശിൽ ഈസ്റ്റ് പാകിസ്ഥാൻ ചെയ്തത്. പക്ഷേ ഈ പാകിസ്ഥാനി ചെയ്തത്. എന്നിട്ട് 4 വർഷം കഴിഞ്ഞ്, 71-ലാണ് ഇത്, 4 വർഷം കഴിഞ്ഞ് ഈ മുജിബുർ റഹ്മാനെയും
എല്ലാവരെയും വെടിവെച്ച് കൊന്നു. അത് ഒരു മേജർ, പിന്നെ അയാളെ ലെഫ്റ്റനന്റ് കേണലാണ്, മറ്റേ മേജർ ചൗധരിയുടെ, പാകിസ്ഥാൻ ആർമിയുടെ, അവരുടെ ISIയും CIA ഉണ്ട്. CIA ഭയങ്കര അടിയായിപ്പോയി, മുഖത്തടിച്ച് അടിയായിപ്പോയി ബംഗ്ലാദേശ് ലിബറേഷൻ. എന്നാൽ പിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ്. അപ്പം നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസി ഫെയിലായി ആ സമയത്ത്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. നമ്മൾ അലർട്ടായിരുന്നു, ഇങ്ങനെ സംഭവിക്കില്ല. ഇവരെല്ലാം വെടിവെച്ചു വന്നു. ഷേഖ് ഹസീൻ ഒഴിച്ച് ബാക്കി എല്ലാവരും വെടിവെച്ചു വന്നു അവിടെ. അതൊരു ഭയങ്കര ഇതായി. അത് ISI, CIA, പിന്നെ അവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി, ഇത്രയും പേര് ചേർന്നാണ്, അതായത് ബംഗ്ലാദേശ് ആണ് അവരെ വെടിവെച്ച് വന്നത്. എന്നിട്ട് ആ കേണൽ ചൗധരിയെ, ശരി ബംഗ്ലാദേശിലെ ഈ അട്രോസിറ്റി പോട്ടെ, അതിനുശേഷം ഈ കേണൽ ചൗധരി അയാൾ കാനഡയിൽ പോയി ഇതാ ഇപ്പോഴും സുഖമായിട്ട് കഴിയാണ്. കാനഡ അതിന് എക്സ്ട്രാഡിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് അമേരിക്കയുടെ ഇടപെടലാണ്. കാര്യം ഇവിടെ വധശിക്ഷയുണ്ട് പാകിസ്ഥാനിൽ, അതുകൊണ്ട് ഞങ്ങൾ എക്സ്ട്രാഡൈറ്റ് ചെയ്യില്ല. അപ്പം അമേരിക്ക എല്ലാം കൂടെ ചേർന്ന് അവനെ പ്രൊട്ടക്റ്റ്. അവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണ്. 90 വയസ്സെങ്കിലും അവന് കാണും. കേണൽ ചൗധരി ലെഫ്റ്റനന്റ് കേണലായിട്ട് അവൻ ഇവിടുത്തെ ലൂട്ട് ചെയ്ത പൈസ എല്ലാം കൊണ്ട് അവിടെ പോയി സെറ്റിൽ ചെയ്തു. ഈ പാകിസ്ഥാൻ ആർമിയിലെ, അപ്പോൾ പാകിസ്ഥാൻ ഡിഫൻസ് ഫോഴ്സിലെ മിക്കവരുടെയും ഈ ഇൽഗോട്ടൺ വെൽത്ത് സ്റ്റാഷ് ചെയ്യുന്നത് USA-ലും UK-ലും കാനഡയിലുമാണ്. ഇപ്പോഴും അവരതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിവേ, അപ്പോൾ ഇത്രയും വലിയ അട്രോസിറ്റി ചെയ്തത് ഈ കേണൽ ചൗധരിയെ പിടിക്കാൻ നമ്മൾ പറഞ്ഞില്ല. ഭാരതം എത്ര വർഷമായി ഇപ്പം നമ്മൾ പറയണ്ട, അപ്പോഴല്ലേ പറയേണ്ടത്. 70കളിലും 80കളിലും 90കളിലും നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നു? ഒന്നും ചെയ്തില്ല. പിന്നെ ഈ 100,000 സൈനികരാണ് നമ്മുടെ മുമ്പ് കീഴടങ്ങിയത്. ഇവർക്ക് തേയില, പിന്നെ ആ പടമൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. തേയില, ചോക്ലേറ്റ്, പിന്നെ വേറെന്തോ ഒരു സാധനം, ഇതും കൂടെ കൊടുത്ത് ഉമ്മം വെച്ചാണ് യാത്രയാക്കിയത്. ഇവന്മാരാണ് ഈ റേപ്പ് ചെയ്തത്. നിങ്ങൾ ആലോചിക്കണം. ഈ ഇന്ത്യയുടെ മുമ്പ് റിപ്പോർട്ട് ചെയ്ത ഒന്നുമില്ലെങ്കിലും നമുക്ക് അവന്മാരെ വേണമെങ്കിൽ അകത്താക്കായിരുന്നല്ലോ കുറെ പേരെയൊക്കെ ഈ ബംഗ്ലാദേശായിട്ട് ചേർന്ന്. അപ്പോൾ ബംഗ്ലാദേശിന് താല്പര്യം കാണിച്ചില്ല, ഇന്ത്യയും മാത്രമല്ല 4 വർഷം കഴിഞ്ഞപ്പോൾ ബംഗ്ലാദേശിന്റെ സ്വഭാവം അങ്ങ് മാറി. അവർ മച്ചാനും അവർ ഒരുമിച്ചായി. അതിനുശേഷം ഇന്നവരെ ഈ ഷേഖ് ഹസീനയ്ക്ക് പോലും പേടിയായി. കാര്യം അവരത്ര സ്ട്രോങ് ആണ്, മറ്റു ജമാഅത്ത് ഇസ്ലാമിയും ISI ഒക്കെ. അവസാനം അവര് തുണിയും ഒന്നും ഇല്ലാതെ ഇറങ്ങി ഓടേണ്ടി വന്നു. ഈ ഷേഖ് ഹസീന സ്വന്തം ജീവൻ മാത്രം. അപ്പൊ ഇതാണ് ബംഗ്ലാദേശ്, മനസ്സിലായ? അപ്പൊ ഇന്ത്യ ഒരു വലിയ പാഠമാണ് പഠിച്ചത്. ഇപ്പൊ ബംഗ്ലാദേശിന്റെ അവസ്ഥ എന്താ? ഇന്ത്യയും ബംഗ്ലാദേശും വളരെ ദയനീയം എന്ന് പറഞ്ഞാൽ അവരെ പിന്നെ ന്യൂക്ലിയർ റിയാക്ടർ എന്തിനാണ് ബംഗ്ലാദേശിൽ? ന്യൂക്ലിയർ റിയാക്ടർ പണിയെ അത് അമേരിക്കയുടെ എന്നോ വേറെ ആരുടെ നിന്നും വാങ്ങിച്ച ഇന്ത്യ ഭയങ്കരമായിട്ട് തുടക്കും. ഒരു കാര്യം ചെയ്യാം, റഷ്യയുടെ നിന്ന് വാങ്ങിക്കും. റഷ്യ ഇന്ത്യയായിട്ട് വലിയ അടുപ്പമായി. റഷ്യയുടെ നിന്ന് ന്യൂക്ലിയർ റിയാക്ടർ പണിയാൻ സാധനം വന്നപ്പോഴാണ് ഏതോ അജ്ഞാന ഡാക്ക എയർപോർട്ടിൽ 25 അതെല്ലാം, അത് 26 അതെല്ലാം അവിടെ കൂട്ടിയിട്ടിരുന്ന എല്ലാം കത്തിച്ചളഞ്ഞു ന്യൂക്ലിയർ റിയാക്ടർ. ഈ ശ്രീലങ്ക നാളെ ന്യൂക്ലിയർ റിയാക്ടർ കൊണ്ടുവന്ന എങ്ങനെയാണ്? ആർക്കെതിരായിട്ട്? റഷ്യക്കെതിരായിട്ട് അല്ല, നമുക്കെതിരായിട്ട്. അപ്പോൾ ബംഗ്ലാദേശിൽ ന്യൂക്ലിയർ റിയാക്ടർ, ഞാൻ യുണൈറ്റഡ് നേഷൻസിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് അന്നത്തെ ഏറ്റവും ടോപ്പ് വാർ പ്ലെയിൻ എന്ന് പറയുന്നത് MiG-29 ആണ്. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ കൂടെയുള്ള DYSP എൻ്റെ അടുത്ത് പറഞ്ഞു, ഗോപാൽ, വി ഹാവ് MiG-29. ഞാൻ പറഞ്ഞു, വാട്ട് ഫോർ? ബട്ട് ലെറ്റ് us have MiG-29. വി ഹാവ് എ സ്ക്വാഡ്രൺ ഓഫ് MiG-29. ഞാൻ പിന്നെ അത് വെരിഫൈ ചെയ്തപ്പോൾ ശരിയാണ്, MiG-29 അന്ന്. അപ്പം ഈ ബംഗ്ലാദേശിൻ്റെ ശത്രു എന്ന് പറയുന്നത് ഇന്ത്യയാണ്. പിന്നെ ഈ ചൈനയൊക്കെ വിളിച്ചോണ്ട് ഇപ്പോഴും ഉപദ്രവിച്ചോണ്ടിരിക്കുന്ന ചൊറിയല്ല, നമ്മളെ മാന്തയാണ്, ചൊറിയല്ല. ചൊറിയ എന്ന് പറഞ്ഞാൽ സ്ക്രാച്ചിങ് അല്ലേ, ഇത് മാന്തുക, ചിക്കൻ നെക്കല്. ഇയാള് മറ്റേ അമ്മാവൻ അവൻ വന്ന് എന്തൊക്കെ പറഞ്ഞ് ചിക്കൻ നെക്ക് കട്ട് ചെയ്യും, മറ്റൊന്ന് മറിച്ചാണ്. പാകിസ്ഥാൻ പോലും ഇങ്ങനെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ബംഗ്ലാദേശാണ് ഏറ്റവും വലിയ ശത്രുവായിട്ട് പോകുന്നത്. പിന്നെ നമ്മളെ മസിൽ പവർ കൊണ്ട് അവന്മാർ പേടിച്ച് മര്യാദയ്ക്ക് നിൽക്കുന്നതാണ്. അപ്പം ഇതാണ് ബംഗ്ലാദേശിൻ്റെ അനുഭവം. നമ്മൾ സഹായിച്ച ബംഗ്ലാദേശ്. നമ്മളില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ബംഗാളിയും പഞ്ചാബിയും കൂടെ ചേർന്ന ഒരു മിക്സഡ് റൈസ് അല്ലേ അവിടെ കാണുള്ളൂ. അതെ, തീർച്ചയായിട്ടും. അപ്പം നമ്മളെ എന്നിട്ട് കൂലി ബംഗ്ലാദേശ് തന്നത് ഇങ്ങനെയാണ്. ഇത് നമ്മുടെ മനസ്സിലുണ്ട്. ഇതിനേക്കാളും ഭയങ്കരമാണ്, ബംഗ്ലാദേശിനേക്കാളും ഭയങ്കര ഡേഞ്ചറസ് പ്ലേസ് ആണ് ഈ POJ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാകിസ്ഥാനറിയാം ഇവന്മാർ നാളെ ചിലപ്പോൾ ഇന്ത്യക്കാർ കയറി പിടിക്കും.
അപ്പോൾ അതുകൊണ്ട് അവരെന്താ ചെയ്യുന്നത്, സിസ്റ്റമാറ്റിക് ആയിട്ട് അവിടെ കൊണ്ട് ഭീകരവാദികളുടെ ക്യാമ്പ് മൊത്തം അവിടെയാണ്. അതെ, ഈ ബംഗ്ലാദേശിലുള്ളതിനേക്കാളും കൂടുതൽ ഭീകരവാദികളുടെ ക്യാമ്പ് ഇപ്പൊ POJK-യിലാണ്. ഭീകരവാദികളും പിന്നെ മറ്റവന്മാരും എല്ലാം അവിടെ ആധാർ കാർഡും എല്ലാം ആയിട്ട് അവന്മാരുടെ താമസമാണ്. അപ്പം ഇത്രയും വലിയ ഒരു അപകടം പിടിച്ച ഒരു സാധനത്തിന് ഞാൻ നേരത്തെ ചോദിച്ചില്ല അണലിയെ എടുത്ത് അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് അവർക്ക് ഒരു ഇതൊക്കെ ഉണ്ട്, ഒരു കാൽക്കുലേഷൻ ഉണ്ട് എന്ത് ചെയ്യണമെന്ന്. പക്ഷേ നമുക്കൊരു ഗോൾഡൻ ചാൻസ് ആണ് ഇത്, വിടാൻ പറ്റില്ല. നമുക്ക് ബാൾട്ടിസ്ഥാൻ മാത്രം മതി, ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ മാത്രം മതി. ബാക്കി അവര് അല്ല സ്വയം വേണ്ട, അവരെടുക്കണ്ട. അവർ സ്വയംഭരണമായിട്ട് ഡിക്ലെയർ ചെയ്ത ഒരു ബഫർ സ്റ്റേറ്റ് ആയിട്ട് പാകിസ്ഥാനും ഇന്ത്യക്കും ഒരു ബഫർ സ്റ്റേറ്റ് ആയിട്ട് നിങ്ങൾ നിന്നോ. പക്ഷെ ബാൾട്ടിസ്ഥാൻ നമ്മൾ പിടിക്കും. ബാൾട്ടിസ്ഥാൻ പിടിച്ചാല് നമുക്ക് ടാജിക്കിസ്ഥാനുമായിട്ട് ഒരു കണക്ഷൻ വരും. അത് ബ്രിട്ടീഷുകാർ മനഃപൂർവ്വം ചെയ്തതാണ്. എന്ന് പറഞ്ഞാൽ റഷ്യയും ഇന്ത്യയായിട്ട് അന്ന് റഷ്യയാണ്, അന്ന് USSR ആണ്. ടാജിക്കിസ്ഥാൻ അന്ന് USSR. USSRും പിന്നെ ജവഹർലാൽ നെഹ്റു റഷ്യയുടെ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു. അപ്പം അത് കട്ട് ചെയ്യാൻ വേണ്ടി റഷ്യ ഇന്ത്യയും തമ്മിൽ കട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത് മനഃപൂർവ്വം ഈ ബ്രിട്ടീഷ് ജനറലും എല്ലാം കൂടെ ചേർന്ന്, മൗണ്ട് ബാറ്റനും എല്ലാം കൂടെ ചേർന്ന് ഇത് പാകിസ്ഥാന് കൊടുത്തത്, നമ്മുടെ POJK. അപ്പം നമ്മൾ ജിയോഗ്രാഫിക്കലി വളരെ ഒരു കംഫർട്ടബിൾ അല്ലാത്ത ഒരു പൊസിഷനാണ് ഇതൊക്കെ. ഇപ്പം നമ്മുടെ മോഡിജിയുടെ ഫ്ലൈറ്റ് പോണത് ഇങ്ങനെ പോണതിന് ഇവിടെ തുടങ്ങി നമ്മളിപ്പോൾ ഇങ്ങനെയാണ് ഒമാൻ വഴി ഇറാനും കൂടെ എയർ സ്പേസ് ക്ലോസ് ചെയ്ത. അപ്പം നമ്മൾ വളരെ ഒരു ഇൻകൺവീനിയൻറ്റ് പൊസിഷനിലാണ്. നമ്മുടെ കടൽ മാത്രമേ നമ്മുടെ ഉള്ളൂ, അല്ലാതെ മറ്റേ ഈ കരയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പാകിസ്ഥാൻ ബെറ്റർ പ്ലേസ്ഡ് ആണ്. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇവരുമായിട്ടൊക്കെ കണക്ഷൻ ഉണ്ട്. അവർക്ക് താജിക്കിസ്ഥാനിൽ പോകാം, അഫ്ഗാനിസ്ഥാനിൽ പോകാം. നമുക്കിവിടെ ഇപ്പം ഇറാൻ്റെ കൂടെ ഇറാൻ നമ്മളെ മൂക്കിലിടിച്ചു, ഇറാൻ നമ്മുടെ സെയിലേഴ്സിനെ വെടിവെച്ചു. നമ്മൾ അനങ്ങാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചബാർ പോർട്ട്, ഇറാൻ്റെ ചബാർ പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമുക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് ഒരു കണക്ഷൻ വരുന്നത്. ചബാർ പോർട്ട് പോയാൽ പിന്നെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ജനം പിടിച്ചെടുത്തുന്നിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് ഉപദ്രവിക്കും. ഇപ്പോൾ ഈ ചബാർ പോർട്ട് വഴി കണക്ഷൻ ഇന്ത്യയുടെ ഉള്ളതുകൊണ്ടാണ് പാകിസ്ഥാൻ ഈ അജ്ഞാതന്മാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് കയറുന്നതെല്ലാം ഇതുവഴിയാണ്. അപ്പോൾ അത് ഇറാനും അറിയാം. അപ്പോൾ അത് എന്ത് ഈ ബ്രിട്ടീഷുകാർ ചെയ്ത എന്തോ ഒരു ശുദ്ധ പോക്കൃത്തിനാണ് ഇന്ത്യയിലൂടെ. അത് എത്ര വർഷത്തിന് മുമ്പ് ചെയ്തെന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ സാറേ, നമ്മൾ POJK-യുടെ കാര്യത്തിൽ ശരിയാണ്, ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ഇതിനെ ഒരു ബഫർ സ്റ്റേറ്റ് ആക്കി നിർത്താനായിരിക്കും ഇന്ത്യ ശ്രമിക്കുന്നത്. അപ്പോൾ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനെ നമ്മൾ നമ്മുടെ വശത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട്, നമ്മുടെ ഭാഗമാക്കിക്കൊണ്ട് ഇതിനെ ഒരു ബഫർ സ്റ്റേറ്റാക്കി നിലനിർത്തിയാൽ ഇന്ന് നമ്മൾ കാണുന്ന ഈ ഭീകര ആക്രമണം, അങ്ങനെയൊക്കെയുള്ള ഭീകര പരിശീലന ക്യാമ്പുകൾ, അതിനൊക്കെ ഒരു വലിയ അളവ് വരെ ഇനി ബംഗ്ലാദേശികൾക്ക് തോന്നണ പോലെ ഇവന്മാർക്ക് എപ്പോൾ തോന്നണമെന്ന് പറയാൻ നോക്കില്ല. ഈ ബംഗ്ലാദേശികളെക്കാളും കുഴപ്പക്കാരാണ് ഈ POJK-യിലുള്ളത്. അവർ ഈ DNA ഭീകരന്മാരുടെയാണ്. ഇപ്പോഴാണ് അവന്മാർക്കൊരു ബോധോദയം ഉണ്ടായത് പാകിസ്ഥാൻ വലിയ പ്രശ്നമാണെന്ന്. അപ്പൊ അവന്മാരെന്ന് ബംഗ്ലാദേശ് 4 വർഷം കഴിഞ്ഞപ്പോൾ ഇന്ത്യക്ക് അഗൻസ്റ്റ് ആയി 75. അപ്പൊ അതുകൊണ്ട് ഇവന്മാര് എന്താണ് നമുക്ക് പറയാൻ നോക്കില്ല. പക്ഷെ നമ്മൾ ഒരു കരുതൽ എന്നുള്ള നിലയ്ക്ക് ഈ ബാൾട്ടിസ്ഥാൻ നമ്മുടെ കയ്യിൽ വന്നാൽ നമുക്ക് ടാജിക്കിസ്ഥാനും വക്കാൻ കോറിഡോർ ഇതെല്ലാം അഫ്ഗാനിസ്ഥാനും നമ്മളെ ബന്ധമാണ്. അത് നമ്മുടെ കയ്യിലിരിക്കുകയും അതേസമയം ഇവിടെ ഒരു മേൽനോട്ടം ഉണ്ടായിരിക്കും POJK-യിൽ. നമുക്കത് വേണ്ട. POJK അത് നിങ്ങൾ തന്നെ ഭരിച്ച് അങ്ങനെ ചെയ്തോണ്ടാവും. അത് പാകിസ്ഥാൻ അത് ഞങ്ങൾ വേണ്ട ഹെൽപ്പ് ചെയ്യാം, നിങ്ങൾ വരി. അങ്ങനെ അതാണ് നമ്മുടെ നയതന്ത്രം. നമ്മുടെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ അതാണ് ബുദ്ധി. എനിക്കും അങ്ങനെ തോന്നുന്നു, അതാണ് ബുദ്ധി. നമുക്ക് വേണ്ട POJK. എന്തായാലും സാർ അറിഞ്ഞുകൊണ്ട് സാറ് പറഞ്ഞ പോലെ ഒരു തലവേദന ഉണ്ടാക്കണ്ട. വേലിയിലിരിക്കുന്ന അണലി വേലി അവിടെ ഇരിക്കട്ടെ. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലും പലയിടത്തും ഒക്കെ പിടിച്ച് അടക്കാത്ത എന്താടാ
എന്നൊക്കെ അടക്കണമെന്നില്ല. ഒരുപാട് പേര് അങ്ങനെ ചോദിക്കുന്നു. നമ്മൾ അടക്കുന്നില്ല. ഇതാണ് സംഗതി. നമ്മളെന്തിനു ചുമ്മാ ആവശ്യം. അതായത് മറ്റൊരു ബംഗ്ലാദേശിനെ നമ്മൾ ഇപ്പോ കിഴക്ക് നമ്മളൊരു ബംഗ്ലാദേശിനെ അതിന്റെ തലവേദന അനുഭവിച്ചുകൊണ്ടിരിക്കും. ബംഗ്ലാദേശ് അല്ല, പാകിസ്ഥാൻ. പാകിസ്ഥാനാണ്. അതെ, കിഴക്കൊരു പാകിസ്ഥാനെ സൃഷ്ടിച്ച് നമ്മളൊരു തലവേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി പടിഞ്ഞാറും കൂടി വീണ്ടും ഒരു പാകിസ്ഥാൻ, അവിടെ ഒരു പാകിസ്ഥാൻ ഉണ്ട് നിലവിൽ, പക്ഷെ മറ്റൊരു പാകിസ്ഥാനെ കൂടെ സൃഷ്ടിച്ച് നമ്മൾ ഈ പറഞ്ഞ പോലെ കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം എന്തായാലും നമ്മുടെ ഈ നയതന്ത്ര തലത്തിലെ ഇത്തരം ചില അടിയൊഴുക്കുകൾ, നമുക്ക് അങ്ങനെ പറയുന്നതായിരിക്കും ശരി, പുറമേക്ക് കാണില്ല, പക്ഷേ ഇത്തരം ചില അടിയൊഴുക്കുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നയതന്ത്ര തലത്തിൽ നമ്മൾ നീങ്ങുന്നത് തീർച്ചയായിട്ടും വളരെ ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് നമ്മൾ ഭയങ്കരമായിട്ട് അവിടെ നടക്കുന്ന ഈ കൂട്ടക്കുരുതിയും മനുഷ്യാവകാശ ലംഘനമെല്ലാം നമ്മൾ ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. അത് അവസാനിപ്പിക്കാൻ വേണ്ടുന്ന നടപടികൾ നമുക്ക് പിയോജൊക്കെ പിടിക്കണമെങ്കിൽ 10 ദിവസത്തിനകത്ത് പിടിക്കാം. വളരെ ഈസിയാണ്. പക്ഷെ പിടിച്ചാൽ വീണ്ടും നമ്മൾ ഈ ബംഗ്ലാദേശ് പോലത്തെ കാര്യങ്ങൾ നമ്മളവിടെ ചെയ്യേണ്ടി വരും. നമ്മുടെ സഹായമെല്ലാം വാങ്ങിക്കുകയും ചെയ്യും. ഇത് പാകിസ്ഥാന് നന്നായിട്ട് അറിയാം. പാകിസ്ഥാനിലെ ISIക്ക് ഇത് നന്നായിട്ട് അറിയാം. അവര് പിടിച്ചോണ്ട് പോണെങ്കിൽ പോട്ടൊരു ഞങ്ങൾ 5-6 പേര് ചത്താലും കുഴപ്പമില്ല, 4-5 വർഷം അപ്പൊ ഫ്യൂച്ചറിസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ് ആവും, ഒരു ബംഗ്ലാദേശ് ആവും എന്ന് ISIക്ക് അറിയാം. അത് നന്നായിട്ട് അത് നമ്മുടെ ആളുകൾ മനസ്സിലാക്കി തന്നെ നമ്മളിങ്ങനെ നിൽക്കണം. എന്തായാലും ബാൾട്ടിസ്ഥാൻ പിടിക്കും. അത് എന്നു വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അല്ല, ഈ വിഷയത്തിൽ ഇത്രയും ആഴത്തിലുള്ള ചില അറിവുകൾ നൽകിയതിൽ വളരെ നന്ദി. വന്ദേ മാതരം. വന്ദേ മാതരം പ്രശാന്ത്.